Hello students, welcome back. It's Lakshmi's Learning app. Welcome back students, let's keep learning. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലാസ് 6 പാക്ട് വിത്ത് സൺ സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്കാണ് ഇംഗ്ലീഷിൻ്റെ. സോ അതിലെ ചാപ്റ്റർ 6 ദ മങ്കി ആൻഡ് ദ ക്രോക്കഡൈൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി ലൈൻ. ഓരോ ലൈൻ്റെയും മലയാളം എക്സ്പ്ലനേഷൻ ഐ വിൽ ബി ടെല്ലിങ് ടുഡേ. സോ നിങ്ങൾ ഇതിൻ്റെ എൻ്റെ മുമ്പ് ഉള്ള ചാപ്റ്റർ 5 ടാൻസിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി പുട്ടിങ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, ദ മങ്കി ആൻഡ് ദ ക്രോക്കഡൈൽ ചാപ്റ്റർ 6. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് 3 സ്റ്റാൻസസ് ഉണ്ട്, 3 ലൈൻസ് നമുക്കവിടെ സെൻറ്റൻസസ് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ഇത്രയും ഭാഗത്തിൻ്റെ അടുത്ത ഇൻട്രൊഡക്ഷൻ പാർട്ട് വരും. എന്നാൽ ഈ വായിക്കാൻ പോകുന്ന ഇത്രയും ഭാഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചെറിയ സമ്മറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എ മങ്കി ലിവ് ഇൻ എ ഫ്രൂട്ട് ട്രീ ഓൺ ദ ബാങ്ക് ഓഫ് റിവർ. ഒരു കുരങ്ങൻ ഒരു പഴങ്ങളുണ്ടാവുന്ന മരത്തിൽ ജീവിച്ചിരുന്നു. എവിടെ? ഒരു നദിയുടെ കരയിലായിട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. ഒരു മരം ഉണ്ടായിരുന്നു നദിയുടെ കരയിൽ. അതിൽ നല്ല സ്വീറ്റ് ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള, നമുക്ക് കഴിക്കാൻ തോന്നുന്ന സൈസ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് കഴിക്കാൻ തോന്നും. സോ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. ഹീ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് എ ക്രോക്കഡൈൽ. അവൻ ഒരു ദിവസം അവന് കൂട്ടുകൂടാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ ഒരു ക്രോക്കഡൈൽ എന്ന് വെച്ചാൽ മുതലേ കണ്ടുമുട്ടുകയും അവനുമായിട്ട് കൂട്ടുകൂടുകയും ചെയ്യുന്നു. ഗീവ് ഹിം ഡെലീഷ്യസ് ഫ്രൂട്ട്സ് ടു ഈറ്റ് ആൻഡ് സെൻഡ് സം ഫോർ ഹിസ് വൈഫ്. കുറച്ച് ഡെലീഷ്യസ് ഫ്രൂട്ട്സ് അവന് കഴിക്കാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവന് കുറച്ച് ഡെലീഷ്യസ് ഫ്രൂട്ട്സ് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു വിടുന്നു. ദേ മെറ്റ് റെഗുലർലി ആൻഡ് ടോക്ഡ്. അവരെല്ലാ ദിവസവും കണ്ടുമുട്ടുമായിരുന്നു. അതുപോലെ തന്നെ ദ മങ്കി ഇൻ ദ ട്രീ ആൻഡ് ദ ക്രോക്കഡൈൽ ഓൺ ദ ഗ്രൗണ്ട്. അവരെല്ലാ ദിവസവും കണ്ടുമുട്ടുമായിരുന്നു. അവർ പരസ്പരം സംസാരിക്കുമായിരുന്നു. അവർക്കപ്പോൾ സമയം പോകുന്ന പോലും അറിഞ്ഞിരുന്നില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ. ദ മങ്കി ഇൻ ദ ട്രീ ആൻഡ് ദ ക്രോക്കഡൈൽ ഓൺ ദ ഗ്രൗണ്ട്. മങ്കി എവിടെയായിരുന്നു ഇരുന്നത്? മങ്കി എപ്പോഴും മരത്തിൻ്റെ മുകളിലിരിക്കും. ക്രോക്കഡൈൽ എവിടെ ഇരിക്കും? മുതലേ എവിടെയാണ് ഇരിക്കുന്നത്? താഴെയും ഇരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഈസ് ഗോയിങ് ഓൺ ടു ദ സ്റ്റോറി. സോ കീപ്പ് ഓൺ യുവർ ഐസ് ഓൺ ടു ദ സ്ക്രീൻ. സോ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. മങ്കി ആൻഡ് ദ ക്രോക്കഡൈൽ. യു മേ ഹാവ് ഹേർഡ് ദിസ് സ്റ്റോറി ബിഫോർ. നിങ്ങൾ ചിലപ്പം സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് you couldn't understand very well. So I'm going to tell what is this words about. Okay, let's begin. Once on the bank of a river, a monkey made a home for himself in a tree laden with fruit. He lived in it happily, eating to his heart's content the fruit of his choice. ഒരു നാൾ on the bank of a river, ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒരു നദിയുടെ കരയിലായിട്ട് എ മങ്കി മെയ്ഡ് എ ഹോം ഫോർ ഹിംസെൽഫ് ഇൻ എ ട്രീ ലേഡൻ വിത്ത് ഫ്രൂട്ട്. ലേഡൻ എന്ന് വെച്ചാൽ എന്താണ്? നിറഞ്ഞു കിടക്കുകയാണ് ഈ ഫ്രൂട്ട്സ്. ഓക്കെ, എ മങ്കി മെയ്ഡ് എ ഹോം ഫോർ ഹിംസെൽഫ് ഇൻ എ ട്രീ. ഒരു കുരങ്ങച്ചൻ എന്ത് ചെയ്തു? അവൻ സ്വന്തമായി ഒരു വീടുണ്ടാക്കി ഒരു ട്രീയിൽ. ആ ട്രീയിൽ എന്തൊക്കെയുണ്ട്? മരത്തിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് വാസ് ലേഡൻ വിത്ത് ഫ്രൂട്ട്സ്. ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ നിറച്ചും പഴങ്ങളുണ്ടായിരുന്നു. ആ ഒരു ട്രീ നോക്കി ഈ ഒരു കുരങ്ങച്ചൻ വീടുണ്ടാക്കിയിരുന്നു. ഹി ലീവ്ഡ് ഇൻ ഇറ്റ് ഹാപ്പിലി, ഈറ്റിംഗ് ടു ഹിസ് ഹാർട്ട്സ് കണ്ടന്റ് ദ ഫ്രൂട്ട് ഓഫ് ഹിസ് ചോയ്സ്. അവൻ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുമായിരുന്നു. ഈ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ ഇവിടെ വീട് വെച്ചത്. സോ അതെന്ന് പറയുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു. ഓക്കെ, so the monkey was happy but lonely and wanted a companion to talk to and share the fruits with. ബട്ട് മങ്കി ഭയങ്കര സന്തോഷവാനൊക്കെ ആയിരുന്നു. നമ്മുടെ കുരങ്ങച്ചൻ ഭയങ്കര സന്തോഷവാനൊക്കെ ആയിരുന്നു. എന്നാൽ അവനൊരു ചെറിയ മിസ്സിങ് ഫീൽ ചെയ്തു. എവിടെയാണ്? ഹി വാസ് ലോൺലി. അവൻ ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് വാണ്ടഡ് എ കമ്പാനിയൻ ടു ടോക്ക് ടു ആൻഡ് ഷെയർ ദ ഫ്രൂട്ട്സ് വിത്ത്. അവനൊരു കമ്പാനിയൻ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിനെ വേണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനെ വേണമായിരുന്നു. എന്തുകൊണ്ട്? വൈ? ബിക്കോസ് അവന് ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സംസാരിക്കാനും അവന് ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കും, നമ്മൾ ടൈമൊന്നും നോക്കാറില്ല. വി വിൽ ജസ്റ്റ് ടോക്ക് ടു ദം. ഓക്കെ,
നമ്മൾ ടൈമൊന്നും നോക്കാതെ ഇങ്ങനെ നമ്മൾ സംസാരിക്കും അവരോട്. അപ്പോൾ അതുപോലെ തന്നെ ഇവനും ലോൺലി ആയിട്ട് ഫീൽ ചെയ്തു, ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം എന്താണ്, അവൻ്റെ കൂടെ ആരും സംസാരിക്കാനില്ല, അവൻ ആർക്കും ഫ്രൂട്ട്സ് ഷെയർ ചെയ്യാനൊന്നുമില്ല. അവൻ ഭയങ്കര ഒറ്റയ്ക്കായ പോലെ ആ മരത്തിൽ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ദെയർ വാസ് നോ വൺ അറൗണ്ട്. അവന് ഇഷ്ടമായിരുന്നു കൂട്ടുകാരന്മാരൊക്കെ വേണം, കൂട്ടുകാർ വേണം, എനിക്ക് അവരോട് സംസാരിക്കണമെന്നൊക്കെ. പക്ഷെ അവിടെ എങ്ങും ആരുമില്ല, അവൻ മാത്രമാണ് ഒറ്റയ്ക്ക് നദിയുടെ കരയിലുള്ള ആ ഒരു മരത്തെ ജീവിക്കുന്നത്. വേറെ ആ ഒരു മങ്കി പോലും ഇല്ല, നോട്ട് ഈവൻ അനദർ മങ്കി. ഒരു മങ്കി പോലും അവൻ്റെ കൂടെ ഇല്ല, വേറൊരു കുരങ്ങൻ പോലും അവൻ്റെ കൂടെ കൂട്ടുകൂടാനായിട്ട് അവിടെ ഇല്ല. ടിൽ വൺ ഡേ എ ക്രോക്കഡൈൽ അപ്പിയർഡ് ഓൺ ദ റിവർ സൈഡ്. പക്ഷെ ഒരു ദിവസം ഒരു മുതല ആ ഒരു റിവർ സൈഡിൽ, ആ ഒരു റിവറിൻ്റെ കരയിൽ, ആ ഒരു നദിയുടെ കരയുടെ ഇവൻ താമസിക്കുന്ന ആ മരത്തിൻ്റെ അവിടെ ആര് പൊങ്ങി വന്നു? വെള്ളത്തിൽ നിന്ന് ആര് തല പൊക്കി? ഒരു ക്രോക്കഡൈൽ, ഒരു മുതല തല പൊക്കി നിൽക്കുന്നത് അവൻ കാണുകയാണ്. ഹലോ there, said the monkey. Do you live in this river? Would you like to eat some fruit? ഹലോ there. അപ്പോൾ പെട്ടെന്ന് മങ്കി ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര ഒറ്റപ്പെട്ട ഫീലിംഗ് അല്ലായിരുന്നു മങ്കിക്ക്. അപ്പോൾ മങ്കി ഈ മുതലെ കണ്ടുകൊണ്ട് എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് പിക്ചറിൽ കാണാം മങ്കി ആ മുതലയ്ക്ക് ഫ്രൂട്ട്സ് ഓഫർ ചെയ്യുന്നത്. അവൻ എന്താ പറയുന്നത്? ഹലോ there. പെട്ടെന്ന് ചാടി മുതലേ വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന പോലെ അവനും മുതലേ വിളിച്ചു. സെഡ് ദ മങ്കി. മങ്കി വിളിച്ചതാണ്. ഡു യു ലീവ് ഇൻ ദിസ് റിവർ? നീ ഈ നദിയിലാണോ ജീവിക്കുന്നത്? ഡു യു ലൈക്ക് ടു ഈറ്റ് സം ഫ്രൂട്ട്? നീ കുറച്ച് പഴങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്, റിപ്ലൈഡ് ദ ക്രോക്കഡൈൽ പൊളൈറ്റ്ലി. നമ്മളിപ്പോൾ സുപ്രഭാതം, ആ ഒരു ക്രോക്കഡൈൽ അവന് മുതല ഭയങ്കര പൊളൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ട് പറയുകയാണ്. ഓക്കെ, ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ശാന്തമായിട്ടൊക്കെ പറയുകയാണ്. ഗുഡ് മോർണിംഗ്. ഐ ഡിഡ് കം ഹിയർ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഫോർ മൈസെൽഫ് ആൻഡ് മൈ വൈഫ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? കുറച്ച് ഫുഡ് തപ്പിയിട്ടാണ്. ഫുഡെന്ന് പറഞ്ഞാൽ ആഹാരം, എനിക്ക് കഴിക്കാനുള്ള ആഹാരം തപ്പിയാണ് ഞാനിവിടെ വന്നത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമുള്ള ആഹാരം തപ്പി നടക്കുകയായിരുന്നു ഞാൻ. നൈസ് ഓഫ് യു ടു ഓഫർ മീ ഫ്രൂട്ട്സ്. വളരെ നന്ദിയുണ്ട്, താൻ എനിക്ക് ഫ്രൂട്ട്സ് ഓഫർ ചെയ്തല്ലോ. എനിക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഓഫർ ചെയ്തതിൽ വളരെ നന്ദിയുണ്ടെന്നാണ് ക്രോക്കഡൈലിലൂടെ പറയുന്നത്. So next page is page number 21. The monkey and the crocodile. Okay. The monkey plucked some fruit from the nearest branch and threw them down. എന്ത് ചെയ്തു? മങ്കി ഇരുന്ന ബ്രാഞ്ച് ആ മരത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് അവൻ അടുത്തുള്ള ശിഖരത്തിൽ നിറയെ ബ്രഞ്ച് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ബഞ്ച് ഓഫ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു കുല പഴങ്ങളുണ്ടായിരുന്നു. ആ ഒരു പഴങ്ങൾ പറിച്ച് അവൻ ക്രോക്കഡൈലിന് നേരെ എറിഞ്ഞു കൊടുത്തു. ദി ക്രോക്കഡൈൽ ഫൗണ്ട് ദം ഡെലീഷ്യസ്. ആ മരത്തിലെ ഓരോരോ പഴങ്ങൾക്കും ഭയങ്കര മധുരമായിരുന്നു. ഓക്കെ, ഭയങ്കര മധുരമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ് ഓൾസോ. താങ്ക്സ് ഹി സെഡ്. അപ്പോൾ ഈ മുതലയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. താങ്ക്സ് ഹി സെഡ്, മേ ഐ ഹാവ് സം ഓൺ മൈ നെക്സ്റ്റ് വിസിറ്റ്. താങ്ക്സ്. ഈ ഒരു ഡെലീഷ്യസ് ഫ്രൂട്ട് കഴിച്ചപ്പം ക്രോക്കഡൈൽ എന്താ പറയുന്നത്? താങ്ക്സ്, നന്ദിയുണ്ട്. മേ ഐ ഹാവ് സം ഓൺ മൈ നെക്സ്റ്റ് വിസിറ്റ്. എനിക്ക് കുറച്ചുകൂടെ ഫ്രൂട്ട്സ് അടുത്ത തവണ ഞാനിവിടെ തന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫ്രൂട്ട്സ് തന്നു വിടുമോ എന്ന് ചോദിച്ചു. Certainly, as many as you like, and some for your wife too, said the monkey. Do come again. I am rather lonely here. Certainly. ഈ ഒരു മരത്തിൽ എന്താണ്? ലേഡൻ വിത്ത് ഫ്രൂട്ടാണ്. അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ പഴങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ മങ്കി വന്ന് ഇതിൽ വീട് വെക്കുന്നത്. സോ as many as you like, and some for your wife too. മങ്കി എന്ത് പറഞ്ഞു? തനിക്ക് ഇഷ്ടമുള്ള അത്രയും ഞാൻ പറിച്ചു തരാം, പിന്നെ തൻ്റെ ഭാര്യയ്ക്കും കൂടെ ഉള്ളത് കുറച്ച് ഞാൻ തന്നു വിടാമെന്ന് പറഞ്ഞു. ഡു കം അഗെയിൻ. പിന്നെ വരണം കേട്ടോ. ഐ ആം റാദർ ലോൺലി ഹിയർ. ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് ഇവിടെ ജീവിക്കുന്നത്. എനിക്ക് ആരുമില്ല ഒന്ന് കൂട്ടുകൂടാനോ ഒന്ന് വർത്താനം പറയാനോ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞു. സോ ദ ക്രോക്കഡൈൽ വിസിറ്റഡ് ദ മങ്കി റെഗുലർലി ആൻഡ് ഈറ്റ് ദ ഫ്രൂട്ട്സ് വിച്ച് ഹിസ് ഹോസ്റ്റ് ത്രൂ ഡൗൺ. ദ ക്രോക്കഡൈൽ വിസിറ്റഡ് ദ മങ്കി റെഗുലർലി. എല്ലാ ദിവസവും ക്രോക്കഡൈൽ അപ്പോൾ ഈ ഒരു കുരങ്ങൻ്റെ അടുത്ത് പോവായിരുന്നു. ഓക്കെ. ആൻഡ് ഈറ്റ് ദ ഫ്രൂട്ട്സ് വിച്ച് ഈസ് ഹോസ്റ്റ് ത്രൂ ഡൗൺ. അപ്പോൾ ക്രോക്കഡൈൽ എല്ലാ ദിവസവും ഈ മങ്കിയെ കാണാൻ വരുമായിരുന്നു. ആൻഡ് ഈറ്റ് ദ ഫ്രൂട്ട്സ് വിച്ച് ഇസ് ഹോസ്റ്റ് ത്രൂ ഡൗൺ. മങ്കി ഈ ഒരു ബഞ്ച് ഓഫ് ഫ്രൂട്ട്സ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതെല്ലാം അവൻ എവിടെ നിന്ന് തിന്നുമായിരുന്നു. ഓക്കെ. ഹി ടുക്ക് സം ഹോം ഫോർ ഹിസ് വൈഫ്.
ഈ ഒരു ക്രോക്കഡൈൽ എന്താണ് ചെയ്തത്, അതിൽ നിന്ന് കുറച്ച് പഴങ്ങൾ എടുത്തിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ആൾക്ക് വേണ്ടി കൊണ്ടുപോയി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടു ചെന്നു ഈ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട്. ദ മങ്കി ആൻഡ് ദ ക്രോക്കഡൈൽ വെർ നൗ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഈ ഒരു കുരങ്ങച്ചനും ഈ ഒരു മുതലയും ഭയങ്കര വലിയ കൂട്ടുകാരായി, ബെസ്റ്റ് ഫ്രണ്ട്സായി. ഓക്കെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം അവർ ഫ്രണ്ട്സായി. ഇറ്റ് വാസ് എ ബോണ്ട് ഫ്രണ്ട്ഷിപ്പ്. ദേ ടോക്ഡ് ആൻഡ് വെയർ നെവർ ടയർഡ് ഓഫ് ടോക്കിംഗ്. അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു, അവർക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയിരുന്നില്ല സംസാരിക്കുമ്പോഴത്തേക്ക് തമ്മിൽ. ദേ ടോക്ഡ് അബൌട്ട് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അവർ കിളികളെ പറ്റിയും മൃഗങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അബൌട്ട് ദ വില്ലേജസ് നിയർ ബൈ ആൻഡ് ഡിഫിക്കൽട്ടീസ് വില്ലേജേഴ്സ് ഫേസ്ഡ് ഇൻ റൈസിങ് ഗുഡ് ക്രോപ്സ് ഫോർ ലാക്ക് ഓഫ് റെയിൻ. അവർ അടുത്തുള്ള ഗ്രാമങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് വില്ലേജേഴ്സ് ഫേസ് ഇൻ റൈസിങ് ഗുഡ് ക്രോപ്സ് ഫോർ ലാക്ക് ഓഫ് റെയിൻ. ഭയങ്കര മഴയായതിനാൽ ഈ വില്ലേജിലുള്ള ഫാർമേഴ്സ്, ഒരു ഗ്രാമത്തിലുള്ള ഫാർമേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. എന്തിന്? നല്ല വിളവ് കിട്ടാൻ വേണ്ടി. വിളവെന്ന് വെച്ചാൽ ഗുഡ് ക്രോപ്പ് ആയിരിക്കണം. ഗുഡ് ക്രോപ്പ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു കടുത്ത മഴ കാരണം അവർക്ക് വിളവ് നല്ല രീതിയിൽ കിട്ടത്തില്ലായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. വി ഹാവ് റെയിനിങ് ഹിയർ, ഇറ്റ്സ് ഇറ്റ്. കുറച്ച് നാൾ മുമ്പേ നമുക്ക് റെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമേഴ്സിനൊക്കെ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ക്രോക്കഡൈലും മങ്കി എന്താണ് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സമ്മറി വന്നിട്ടുണ്ട്. ദ ക്രോക്കഡൈൽസ് വൈഫ് വാസ് അനോയ്ഡ് ബിക്കോസ് ഹിസ് ഹസ്ബൻഡ് കെയിം ഹോം ലേറ്റ്. ഈ മങ്കിയോട് സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഈ ഒരു ക്രോക്കഡൈൽ മറന്നുപോയി. മറന്നുപോയി? ടൈം പോകുന്നത് മറന്നുപോയി. സോ ക്രോക്കഡൈലിൻ്റെ വൈഫിന്, ഈ ഒരു മുതലയുടെ ഭാര്യയ്ക്ക് എന്ത് തോന്നി, അത്ര ഇഷ്ടപ്പെടുന്നില്ല ഈ മുതലയുടെ പ്രവർത്തികൾ. എപ്പോൾ നോക്കിയാലും ഈ മങ്കിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടതില്ല ഈ മങ്കിയുടെ അടുത്ത്. എന്നാത്തിന് എപ്പോഴും അവളുടെ ഹസ്ബൻഡ് പോയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയായി അവൾക്ക്. ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ മങ്കി. അവൾക്ക് അവളുടെ ഹസ്ബൻഡിൻ്റെ ഈ മുതലയുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓക്കെ, ദ ക്രോക്കഡൈൽ കുഡ് നോട്ട് ഓൾടുഗദർ ഇഗ്നോർ ഹിസ് വൈഫ്സ് വിഷസ്. ക്രോക്കഡൈലിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, ക്രോക്കഡൈലിന് ഒരിക്കലും അവൻ്റെ ലൈഫ് പാർട്ട്ണറായ അവൻ്റെ ഈ ഒരു ഭാര്യയുടെ വിഷെന്ന് വെച്ചാൽ എന്തൊരു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. യു ഷുഡ് കീപ് യുവർ ഐസ് ഓൺ ദ സ്ക്രീൻ ഇറ്റ് സെൽഫ്. So start with one day. One day the crocodile stayed with the monkey longer than usual. His wife was annoyed, waiting, managing the little crocodiles that had just been hatched. She said, "Who is this friend of yours you are so fond of?" One day the crocodile stayed with the monkey longer than usual. ഒരു ദിവസം ക്രോക്കഡൈൽ സമയം പോയത് അറിയാതെ മങ്കിയായിട്ട് സംസാരിച്ച് കുറേ നേരം മങ്കിയുടെ വീടിനരികിൽ നിന്നു. His wife was annoyed, waiting, managing the little crocodiles that had just been hatched. അവൻ്റെ ഭാര്യ മടുത്തു ഇവനെ വെയിറ്റ് ചെയ്ത് നിന്ന്. ഓക്കെ, അവൾക്ക് ദേഷ്യമോ അസൂയൊക്കെ തോന്നാൻ തുടങ്ങി. ഇയാൾ ഇത്ര നേരം എവിടെ പോയി കിടക്കുകയാണ്, എവിടെയാണ് അവരുടെ ഹസ്ബൻഡ് ഈ ക്രോക്കഡൈൽ പോയി കിടക്കുന്നത്, ഓക്കെ ഇയാൾ ഏത് ഫ്രണ്ടിനെ കാണാനാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അവൾ. She said, "Who is this friend of yours you are so fond of?" ആരാണ് തൻ്റെ ഈ കൂട്ടുകാരൻ, താൻ ഇത്രയും വലിയ താല്പര്യം കാണിക്കുന്ന ഈ കൂട്ടുകാരൻ ആരാന്ന് ചോദിച്ചു. ഓക്കെ, he is a very nice monkey, he replied. അതാരാന്നറിയാവോ, അതാ മറ്റേ മരത്തിൻ്റെ അവിടെ ജീവിക്കുന്ന ഒരു വളരെ നല്ലവനായ കുരങ്ങച്ചനാണ്. He lives on a food tree. അവൻ എന്തിലാണ് ജീവിക്കുന്നത്? ഒരു പഴങ്ങൾ നിറയെയുള്ള ഒരു മരത്തിലാണ് ജീവിക്കുന്നത്. He sends fruits for you every day. അവൻ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി പഴങ്ങൾ തന്നു വിടാറുണ്ട്. You don't expect me to climb trees, do you? നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ മരത്തെ കയറുമെന്ന്? ചിന്തിക്കാൻ പറ്റുമെന്നാണ് അവിടെ ക്രോക്കഡൈൽ ചോദിക്കുന്നത്. A nice monkey, I am sure, replied the wife with obvious sarcasm. Okay, sarcasm. If you ask me, this monkey should be my food. I won't eat his heart so much. A nice monkey, I am sure. അപ്പോൾ അവളുടെ വൈഫ് എന്താണ് പറഞ്ഞത്? അത് നല്ല മങ്കി തന്നെയാ, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ വിത്ത് ഒബ്വിയസ് സ്കാസം എന്ന് വെച്ചാൽ എന്താണ്? കളിയാക്കുന്ന രീതിയിൽ. അവനൊരു നൈസ് മങ്കിയാണ്, അവനൊരു നല്ല കുരങ്ങച്ചനാണ്,
ഞാനത് സമ്മതിച്ചു എന്ന് അവൾ കളിയാക്കി പറയുകയാണ്. ഇഫ് യു ആസ്ക് മീ ദിസ് മങ്കി ഷുഡ് ബി മൈ ഫുഡ്. ഇപ്പോൾ അവൻ അവളോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കുരങ്ങച്ചൻ എൻ്റെ ആഹാരമായാൽ ഐ വോണ്ട് ടു ഈറ്റ് ഹിസ് ഹാർട്ട് സോ മച്ച്. അവൻ്റെ ഹൃദയം എനിക്ക് തിന്നണം എന്ന് ഈ ക്രോക്കഡൈലിൻ്റെ ഭാര്യ പറയുകയാണ്. സോ ക്രോക്കഡൈലിൻ്റെ റിപ്ലൈങ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് എ ഫൂളിഷ് തിങ് ടു സേ. എന്തൊരു മണ്ടത്തരാണ് നീ പറയുന്നത്. ഷൗട്ട് അറ്റ് ദ ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ ഒച്ച വെച്ച് ബഹളം വെച്ചു. വാട്ട് എ ഫൂളിഷ് തിങ് ടു സേ. നീ എന്തൊരു പൊട്ടത്തരാണ്, അല്ലെങ്കിൽ നീ എന്തൊരു മണ്ടത്തരാണ് ഈ പറയുന്നത്. I can't kill a friend, though I won't mind a monkey occasionally for a change of taste. Okay, I can't kill a friend. എനിക്ക് ഒരിക്കലും ഒരു കൂട്ടുകാരനെ കൊല്ലാൻ കഴിയില്ല. though I won't mind a monkey occasionally for a change of taste. ഞാൻ ഒരിക്കലും ഒരു കുരങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ടേസ്റ്റിന് വേണ്ടി. ഇവർ മുതലകൾ എന്ന് പറയുന്നത് എന്താണ്, കാർണിവോറസ് ആണ് അല്ലേ, അവർ ഈ മീറ്റാണ് തിന്നുന്നത്. സോ ഈ ഒരു മുതലയുടെ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത്, ഈ കുരങ്ങൻ്റെ ഹാർട്ട് വേണം. ബിക്കോസ് നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, ഡെലീഷ്യസ് ഫ്രൂട്ട് തന്നെ ഈ ഒരു കുരങ്ങൻ്റെ ഹാർട്ട് താൻ തിന്നാൽ എത്ര ഡെലീഷ്യസ് ആയിരിക്കും എന്നാണ് ഈ ക്രോക്കഡൈലിൻ്റെ വൈഫ് പറയുന്നത്. ഓക്കെ, സോ ഐ വോണ്ട് മൈൻഡ് എ മങ്കി ഒക്കേഷണലി ഫോർ ചേഞ്ച് ഓഫ് ടേസ്റ്റ്. ക്രോക്കഡൈൽ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു മങ്കിനെ ഒരിക്കലും ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി എടുത്ത് തിന്നാൻ പറ്റില്ല. ഓൾസോ ഹി ഈസ് മൈ ഫ്രണ്ട് ഓൾസോ. അവൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഈ മങ്കി. ഓക്കെ, വാട്ട് എ ഫുളിഷ് തിങ്. ഓക്കെ, യു ബ്രിങ് ഹിം ഹിയർ. നിങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവരണം. ഓർഡേർഡ് ദ വൈഫ്. അവൾ ഉത്തരവിട്ടു, ഈ ക്രോക്കഡൈലിൻ്റെ ഭാര്യ ഉത്തരവിട്ടു. ഐ വോണ്ട് ടു സീ ഹിം. എനിക്ക് അവനെ കാണണം. സോ യു ക്യാൻ ഈറ്റ് ഹിം. നെവർ, ഡിക്ലൈൻഡ് ഹെർ ഹസ്ബൻഡ്. അവൾ അപ്പം മുതല എന്ത് പറഞ്ഞു, സോ യു ക്യാൻ ഈറ്റ് ഹിം. നിനക്ക് അവനെ തിന്നാൻ വേണ്ടിയിട്ടല്ലേ, പറ്റില്ല. ഡിക്ലെയർഡ് ഹെർ ഹസ്ബൻഡ്. അവൻ ക്രോക്കഡൈൽ എന്ത് തീരുമാനിച്ചു, ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇവിടോട്ട് നിനക്ക് തിന്നാൻ കൊണ്ടുവരില്ല എന്ന് തീരുമാനിച്ചു. സോ പേജ് നമ്പർ 22, a pact with the sun, the monkey and the crocodile. His wife was furious and she divided into hide. She dived. Sorry, his wife was furious and she dived into hide herself at the bottom of the river, leaving the little ones to pester with their father. ഓക്കെ, അവൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. അവൾ എന്ത് ചെയ്തു, അവൾ ഈ ഒരു അടിയിലേക്ക്, ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി ഒളിച്ചിരുന്നു. എന്തിനാണ്, അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും വിശന്നിരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾ പോയി ഒളിച്ചിരുന്നു. ദ ക്രോക്കഡൈൽ വാസ് ഇൻ എ സീരിയസ് ഡിലേമ. ക്രോക്കഡൈലിന് എന്താണ്, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരികയാണ്. ഇവൻ്റെ വൈഫിനെ അവൻ്റെ വൈഫിൻ്റെ ആഗ്രഹം സാധിക്കണോ, അതോ അവൻ്റെ കൂട്ടുകാരനായ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മങ്കിയെ രക്ഷിക്കണോ എന്നുള്ളത് ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഈ ഒരു ക്രോക്കഡൈൽ. ഹി ലവ്ഡ് ഹിസ് വൈഫ് ആൻഡ് വാസ് വെരി ഫോണ്ട് ഓഫ് ഹിസ് ഫ്രണ്ട് ടു. അവൻ്റെ ഭാര്യനെ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ അവന് ഭയങ്കര അവൻ്റെ കൂട്ടുകാരനെ താല്പര്യമായിരുന്നു. ഓക്കെ, ഫോണ്ട് എന്ന് വെച്ചാൽ താല്പര്യം. ഓക്കെ, ഫൈനലി he decided to be on the side of his wife. She was his life partner after all. അവസാനം അവൻ എന്ത് തീരുമാനിച്ചു, അവൻ്റെ ഭാര്യയുടെ വശത്ത് നിൽക്കാൻ തീരുമാനിച്ചു. ഷീ വാസ് ഹിസ് ലൈഫ് പാർട്ട്ണർ ആഫ്റ്റർ ഓൾ. അവൾ അവൻ്റെ ലൈഫ് പാർട്ട്ണർ അല്ലേ, അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ എന്നൊക്കെ കരുതിയിട്ട് അവളുടെ അടുത്ത് അവളുടെ ഒരു സൈഡിൽ നിൽക്കാനും ഈ മങ്കിയെ കൊല്ലാനും അവൻ തീരുമാനിക്കുകയാണ്. ഐ നോ ഇറ്റ്സ് എ സിൻ ടു ബിട്രേ എ ഫ്രണ്ട്. എനിക്കറിയാം ഒരു കൂട്ടുകാരനെ ചതിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ലെന്ന്. ബട്ട് ഐ ഹാവ് നോ ചോയ്സ്. എനിക്ക് വേറെ ചോയ്സുകളൊന്നും തന്നെ ഇല്ല, എനിക്ക് വേറെ തീരുമാനം എടുക്കാനൊരു ഒരു വഴികൾ പോലും ഇല്ല. ഹി സെഡ് ടു ഹിംസെൽഫ്. അവനോട് തന്നെ പറയുകയാണ് ഇതെല്ലാം. ഐ വിൽ ഇൻവൈറ്റ് ദ മങ്കി ഹോം ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ ആ ഒരു കുരങ്ങനെ വീട്ടിലേക്ക് വിളിക്കാം എന്നവൻ പറയുകയാണ് അവൻ്റെ ഭാര്യയോട്. സോ വാട്ട് വിൽ ബി ഹാപ്പനിങ്? സോ വി വിൽ ലുക്ക് ഇറ്റ്. മൈ വൈഫ് വാണ്ട്സ് യു ഓവർ ഫോർ എ മീൽ. അപ്പോൾ ഒരു ക്രോക്കഡൈൽ അവൻ്റെ മങ്കിയുടെ അടുത്ത് പോയി എന്താണെന്ന് പറയുന്നത്, എൻ്റെ വൈഫിന് നിന്നെ ഒരു മീലിന് എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ വൈഫ് നിന്നെ ക്ഷണിക്കുന്നുണ്ട് വീട്ടിലേക്ക്. നീ എൻ്റെ വീട്ടിൽ വരണം, ഉച്ചഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് വിടാമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. മൈ വൈഫ് വാണ്ട്സ് യു ഓവർ ഫോർ എ മീൽ ഡിയർ ഫ്രണ്ട്. എൻ്റെ വൈഫ് നിന്നെ ഉച്ചയൂണിന് ക്ഷണിക്കുന്നുണ്ട്, നീ വരണം. സെഡ് ദ ക്രോക്കഡൈൽ വെൻ ഹി വിസിറ്റഡ് ദ മങ്കി നെക്സ്റ്റ്.
അടുത്ത പ്രാവശ്യം മങ്കിയെ കണ്ടോണ്ടേ ഇത് പറഞ്ഞു, എൻ്റെ വൈഫ് നിന്നെ ഉച്ചയൂണിന് ക്ഷണിക്കുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞു. യു മസ്റ്റ് കം ഹോം വിത്ത് മീ ടുഡേ, ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വിത്ത് പ്ലഷർ സെഡ് ദ മങ്കി, ഞാൻ തീർച്ചയായും വരാം. ഐ ആം നോ സ്വിമ്മർ, എനിക്ക് സ്വിം ചെയ്യാൻ അറിയില്ല, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. ബട്ട് ക്യാൻ റൈഡ് ഓൺ യുവർ ബാക്ക്, പക്ഷെ എനിക്ക് നിൻ്റെ പുറത്ത് കയറിയിരുന്ന് നീ നീന്തുന്നതുകൊണ്ട് നിൻ്റെ വീട്ടിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ആൻഡ് ദേ സെറ്റ് ഓഫ്, ഉടനെ മങ്കി പുറത്തോട്ട് ചാടിക്കയറി. എന്നിട്ട് അവർ അങ്ങ് ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ സത്യത്തിൽ മങ്കി ലഞ്ചാവാൻ പോവുകയാണ് ഇന്ന് ക്രോക്കഡൈൽസിൻ്റെ. പക്ഷെ മങ്കിക്ക് ഈ കാര്യമല്ല, മങ്കി വിചാരിക്കുന്ന ക്രോക്കഡൈലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രോക്കഡൈൽസ് മങ്കിക്ക് ലഞ്ച് ഓഫർ ചെയ്യുന്നതാണ്, മങ്കിക്ക് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ തരുമെന്നാണ് മങ്കി വിചാരിക്കുന്നത്. എന്നാൽ ക്രോക്കഡൈൽസ് വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മങ്കിയെ പിടിച്ച് വലിച്ചു കയറി തിന്നാൻ വേണ്ടിയിട്ടാണ് ക്രോക്കഡൈൽസ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. In the middle of the river, when the current was the strongest, നദിയുടെ നടുക്ക് വശം എത്തിയപ്പോഴത്തേക്കും കറണ്ട് എന്ന് വെച്ചാൽ ആ ഒരു വേവ്സ്, ഈ തിരമാലകളാണ്, നദിയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു തിരമാലകളാണ് ഈ പറയുന്നത്. കറണ്ട് വാസ് സ്ട്രോങ്ങസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ശക്തിയുള്ള കറണ്ട്, ആ ഒരു വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ദ ക്രോക്കഡൈൽ കുഡ് നോ ലോങ്ങർ ഹൈഡ് ഹിസ് ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ അവൻ ആ ചെയ്യുന്ന കള്ളത്തരം അവന് ഇനി കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സോറി മൈ ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടാണ്, അവന് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ ഫ്രണ്ട് മരിക്കാതെ. ഞാൻ സോറി മൈ ഫ്രണ്ട്, ഹീ സെഡ് hesitatingly, but I have to go underwater now. എന്നോട് ക്ഷമിക്കണം എൻ്റെ കൂട്ടുകാരാ, അവൻ ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. ബട്ട് ഐ ഹാവ് ടു ഗോ അണ്ടർ വാട്ടർ നൗ, എനിക്കിപ്പം വെള്ളത്തിനടിയിലേക്ക് പോകണം. ഐ ഹാവ് ബ്രോട്ട് ഹിയർ ടു കിൽ യു, ഞാൻ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് എന്തിനാണ്? നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. മൈ വൈഫ് കനോട്ട് സർവൈവ് വിത്തൗട്ട് ഈറ്റിംഗ് യുവർ ഹാർട്ട്, ഗുഡ് ബൈ. എൻ്റെ പ്രിയതമയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും നിൻ്റെ തിന്നാതെ, നിൻ്റെ ഹാർട്ട് എന്ന് വെച്ചാൽ ഹൃദയം തിന്നാതെ ജീവിക്കാൻ പറ്റില്ല. ഷീ കനോട്ട് സർവൈവ്, ഗുഡ് ബൈ മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. സോ പേജ് നമ്പർ 23 അവിടെ ഒരു ചെറിയൊരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ദ മങ്കി വാസ് തണ്ടർ സ്ട്രക്ക്, അവൻ്റെ നെഞ്ചിൽ ഇടിവെട്ടിയൊരു അവസ്ഥയായിപ്പോയി. ഹി നോ ഹിസ് ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ, അവനിപ്പോൾ മനസ്സിലായി അവൻ്റെ ജീവിതം ഇപ്പോൾ ഡേഞ്ചറിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. ഹി കെപ്റ്റ് ഹിസ് കൂൾ ആൻഡ് പെർസിയേറ്റഡ് ദ ക്രോക്കഡൈൽ ഓൺ എൻ പേഴ്സൺ ടു സ്വിം ബാക്ക് ടു ദ ട്രീ. അവനൊരു കൂൾ മൈൻഡായിട്ട് ചിന്തിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് ക്രോക്കഡൈലിനെ അവൻ്റെ മരത്തിനടുത്തേക്ക് കൊണ്ടുപോകാൻ അവൻ ആ ഒരു ഐഡിയ വെച്ചിട്ട് അവന് പറ്റി. ഹി ഡിസൈഡഡ് ദെൻ ടു ഡിസ്കണ്ടിന്യൂ ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ക്രോക്കഡൈൽ. അവൻ പിന്നെന്ത് തീരുമാനിച്ചു? ക്രോക്കഡൈലുമായിട്ടുള്ള തൻ്റെ ഫ്രണ്ട്ഷിപ്പ്, തൻ്റെ ആ ഒരു സൗഹൃദം നിർത്താൻ, ആ ഒരു സൗഹൃദം തനിക്കിനി വേണ്ട എന്ന് തീരുമാനിച്ചു. So let's move on to the paragraph. The monkey was scared and distressed. പെട്ടെന്ന് ഈ ഒരു കുരങ്ങിന് പേടിയും ഒരു സ്ട്രെസ്സും ഒക്കെ വന്നു തുടങ്ങി. ബട്ട് ഹി വാസ് സെൻസിബിൾ ആൻഡ് ക്ലെവർ ലൈക്ക് ഓൾ monkeys. എല്ലാ കുരങ്ങന്മാരെ പോലെ തന്നെ ഇവനും ഭയങ്കര സെൻസുള്ളവന് ഭയങ്കര കഴിവുള്ളവനായിരുന്നു, അവൻ ഭയങ്കര ബുദ്ധിയുള്ളവനായിരുന്നു. ഹി കെപ്റ്റ് എ കൂൾ ഹെഡ്, അവൻ്റെ ഒരു വളരെ തണുത്ത ഒരിക്കലും ടെൻഷൻ അടിക്കാതെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഹെഡ് മാനേജ് ചെയ്തു. കാംലി ഹി സെഡ്, ഐ വുഡ് ഡു എനിത്തിങ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. ഞാൻ എന്ത് വേണമെങ്കിലും നിനക്കും നിൻ്റെ ഫാമിലിക്കും വേണ്ടി ചെയ്യും. യു ആർ മൈ ഓൺലി ഫ്രണ്ട്, നീ എൻ്റെ ഒരേ ഒരു സുഹൃത്താണ്. ആഫ്റ്റർ ഓൾ, വാട്ട് ഈസ് എ മങ്കീസ് ഹാർട്ട് കമ്പയർഡ് വിത്ത് ദ ലൈഫ് ഓഫ് എ ക്രോക്കഡൈൽസ് വൈഫ്. ഒരു കുരങ്ങൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ക്രോക്കഡൈലിൻ്റെ ഭാര്യയെക്കാളും വിലമതിക്കുന്നതല്ല, ക്രോക്കഡൈലിൻ്റെ ഭാര്യയാണ് ഏറ്റവും വിലമതിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ക്രോക്കഡൈലിനെ കൺവിൻസ് ചെയ്യാണ്. ബട്ട് ഹൗ ഫൂളിഷ് കുഡ് യു ബി, നീ ഒന്നൊരു പൊട്ടനാണ് എന്നാണ് അവിടെ ചോദിക്കുന്നത്. വൈ ഡിഡ് നോട്ട് യു ടെൽ മീ ബിഫോർ, നീ എന്തുകൊണ്ടാണ് എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഐ ഹാഡ് ബോട്ട് മൈ ഹാർട്ട് അലോങ്, ഞാൻ എൻ്റെ ഹാർട്ട്, നീ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹാർട്ടും എടുത്തുകൊണ്ടല്ലേ വരത്തുള്ളായിരുന്നു എന്നും മങ്കി ചോദിക്കുകയാണ്.
ബട്ട് വേർ ഈസ് യുവർ ഹാർട്ട്? ഉടനെ ഈ ക്രോക്കഡൈൽ ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം എവിടെ പോയെന്ന് ചോദിച്ചു. ആസ് ദ ക്രോക്കഡൈൽ ഇന്നസെൻ്റ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ ഒരു മണ്ടനാണ്. ക്രോക്കഡൈലിന് അങ്ങനെ അറിയത്തില്ല ഇതെന്നാ സംഭവം എന്ന്. ഇവൻ ക്ലെവർ ആയതുകൊണ്ട് തന്നെ ഇവൻ അറിയാം കാര്യങ്ങളൊക്കെ. ഇന്നസെൻ്റ്ലി ഒരു സത്യസന്ധതയോടെ അവൻ ചോദിക്കുകയാണ്, എവിടെ പോയി നിന്റെ ഹൃദയം എന്ന്. ഐ തോട്ട് യു ക്യാരിഡ് ഇറ്റ് ഓൾ ദ ടൈം. ഞാൻ ചിന്തിച്ചിരുന്നത് നീ എപ്പോഴും അതിനെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നെന്നാണ്. ഓഫ് കോഴ്സ് നോട്ട്, ഇറ്റ്സ് ദെയർ ഓൺ ദ ട്രീ. അവരെന്താ അതൊരു മരത്തിൻ്റെ ഒരു മരത്തിൻ്റെ പൊത്തിലാണ് ഞാൻ എൻ്റെ ഹൃദയം വെച്ചേക്കുന്നത്. നീ എന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാനത് എടുത്തോണ്ടല്ലേ വരത്തുള്ളായിരുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, ലെറ്റ്സ് സ്വിം ബാക്ക് അറ്റ് വൺസ് ആൻഡ് ഗെറ്റ് ഇറ്റ്. യുവർ വൈഫ് മസ്റ്റ് ബി വെയിറ്റിംഗ്. നമുക്ക് തിരിഞ്ഞു ചെന്നിട്ട് അത് പോയി എടുത്തിട്ട് വരാം. നിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ അവിടെ കാത്തിരിക്കുകയായിരിക്കും, നമുക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. റിപ്ലൈ ദ മങ്കി ഗെയിനിങ് കോൺഫിഡൻസ്. ഭയങ്കര കോൺഫിഡൻസോടെ അവന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഹോ ഡിയർ, വാട്ട് എ മിസ്റ്റേക്ക് ഹിസ് ദ ക്രോക്കഡൈൽ. ദേ ലാഫ് ലൗഡ്ലി as the crocodile took a full turn to reach the tree. അപ്പോൾ ക്രോക്കഡൈൽ, അയ്യോ ഞാൻ എന്തൊരു മണ്ടനാണ്, ഞാൻ എന്തൊരു തെറ്റായി കാണിച്ചത്, അവനോട് നേരത്തെ പറഞ്ഞാൽ പോയായിരുന്നു, അവൻ എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു വിചാരിച്ച് അവർ ചിരിച്ചു കളിച്ച് തിരിച്ച് മരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. On the river bank, the monkey jumped onto the tree and heaved a deep swing of relief. പെട്ടെന്ന് ഈ ഒരു മരത്തിൻ്റെ ഒരു റിവർ ബാങ്ക്, ഈ ഒരു നദിയുടെ കരയിലെത്തിയപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അവൻ്റെ മരത്തിലേക്ക് അങ്ങ് ചാടിക്കയറിയിട്ട് അവനൊരു ദീർഘനിശ്വാസം വിട്ടു. അവൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു. ഹി പ്ലക്ഡ് എ ഫ്രൂട്ട് or two from the nearest branch and throwing them down said. അവൻ ഈ അടുത്തുള്ള ശാഖയിൽ നിന്ന് 2-3 പഴങ്ങൾ പറിച്ച് ഈ ഒരു ക്രോക്കഡൈലിൻ്റെ മെത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ലെറ്റ് യുവർ വൈഫ് ഹാവ് സം ഫ്രൂട്ട് റാദർ ദാൻ മൈ ഹാർട്ട്. നിൻ്റെ ഭാര്യയ്ക്ക് ഈ ഫ്രൂട്ട് കൊടുക്ക്, ഈ ഒരു പഴങ്ങൾ കൊടുക്ക്, എൻ്റെ ഹൃദയത്തിന് പകരം ഈ പഴങ്ങൾ നിന്ന് അവൾ ആശ്വസിപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ഫ്രഷ് ഫ്രൂട്ട്സ് ആർ ഗുഡ് ഫോർ മൈൻഡ് ആൻഡ് ബോഡി. നല്ല പഴങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മൈൻഡിനും ബോഡിക്കും, അത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് എന്ന് പറയുകയാണ്. ഗുഡ് ബൈ ഫ്രണ്ട്, ആൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് വി വോണ്ട് മീറ്റ് അഗെയിൻ. ഗുഡ് ബൈ പറയുകയാണ്. ഗുഡ് ബൈ ഫ്രണ്ട്, ഗുഡ് ബൈ കൂട്ടുകാരാ. ആൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ്, നീ ഒന്നും വിചാരിക്കത്തില്ലെങ്കിൽ വി വോണ്ട് മീറ്റ് അഗെയിൻ, നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദ ക്രോക്കഡൈൽ സാഡർ ആൻഡ് വോയിസ്. അപ്പം നിങ്ങൾക്കറിയാം മുതിരക്കണ്ണീർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഷെഡ് എ ഫ്യൂ ടിയേഴ്സ് വിച്ച് were genuine and turned back to home. അവൻ കണ്ണീരൊക്കെ ഒഴുക്കി അവൻ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു മങ്കിനെ, ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് മങ്കി സമ്മതിക്കില്ല. കാരണം അവൻ്റെ ജീവിതം ഇപ്പം അവന് ഈ ഒരു കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവനിപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹി വാസ് ഇൻ എ ഹറി ടു ടെൽ ഹിസ് വൈഫ് എ തിങ് ഓർ ടു. അവൻ ഒരു ഹറിയിലായിരുന്നു. ഹറി എന്ന് വെച്ചാൽ ഒരു വേഗം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ്റെ വൈഫിനോട് ചെന്ന് പറയാൻ വേണ്ടി എന്താണ് നടന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ ഒരു 2-3 കാര്യങ്ങൾ അവൻ്റെ വൈഫിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എ സ്റ്റോറി ഫ്രം പഞ്ചതന്ത്ര ബുക്സ് എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. യു ഹാവ് ഓൾസോ ഹേർഡ് ദ സ്റ്റോറി. പക്ഷേ ഇതിൽ കുറച്ച് വേർഡ്സ് ദാറ്റ് വിൽ ബി വെരി കൺഫ്യൂസിങ് ഫോർ യു. അതുകൊണ്ടാണ് ലേഡൻ, ഡിലേമ പോലത്തെ വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മലയാളം എക്സ്പ്ലനേഷൻ ഇട്ടിരിക്കുന്നത്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് മൈ ടാൻസൻ മലയാളം എക്സ്പ്ലനേഷൻ, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചാപ്റ്ററാണ്. അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളം എക്സ്പ്ലനേഷൻ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. യു ക്യാൻ ചെക്ക് ഔട്ട് മൈ ചാനൽ ഓർ ഐ വിൽ ബി പുട്ടിങ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.